വെൽക്കം ടു CSEB ആസ്പിറൻസ്. അപ്പോൾ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് സ്പെഷ്യൽ ലെഡ്ജേഴ്സിനെ കുറിച്ചിട്ടാണ്. കോപ്പറേറ്റീവ് സൊസൈറ്റികൾ മെയിൻറ്റെയിൻ ചെയ്യുന്ന സ്പെഷ്യൽ ലെഡ്ജേഴ്സ് ഏതൊക്കെയാണ്? അപ്പോൾ സ്പെഷ്യൽ ലെഡ്ജേഴ്സ് എന്ന് പറഞ്ഞിട്ട് തന്നെ ക്വസ്റ്റ്യൻസ് കാണാറുണ്ട്. അപ്പോൾ ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക കേട്ടോ. പേഴ്സണൽ ലെഡ്ജേഴ്സ്. പേഴ്സണൽ ലെഡ്ജറിൽ മെമ്പേഴ്സ് ലെഡ്ജർ ആദ്യമായിട്ട് നോക്കുന്നത് മെമ്പേഴ്സ് ലെഡ്ജറാണ്. മെമ്പേഴ്സ് ലെഡ്ജർ റെക്കോർഡ്സ് ഇൻഡിവിജ്വൽ മെമ്പർ അക്കൗണ്ട്സ് ഇൻക്ലൂഡിങ് ഷെയർ ക്യാപിറ്റലും ട്രാൻസാക്ഷൻസുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളാണ് മെമ്പേഴ്സ് ലെഡ്ജറിലുള്ളത് കേട്ടോ. പിന്നെ ഉള്ളത് ഡെറ്റേഴ്സ് ലെഡ്ജറാണ്. സെയിൽസ് ലെഡ്ജർ എന്ന പേരിലും അറിയപ്പെടുന്നു. ട്രാക്സ് എമൗണ്ട് റിസീവേബിൾസ് ഫ്രം മെമ്പേഴ്സും കസ്റ്റമേഴ്സും തമ്മിലുള്ള എമൗണ്ട് റിസീവേബിൾസ് ഒക്കെ ട്രാക്ക് ചെയ്യുന്നതാണ് ഡെറ്റേഴ്സ് ലെഡ്ജറിൽ വരുന്നത്. പിന്നെ ക്രെഡിറ്റേഴ്സ് ലെഡ്ജറാണ്. ക്രെഡിറ്റേഴ്സ് ലെഡ്ജർ പർച്ചേസ് ലെഡ്ജർ റെക്കോർഡ്സ് എമൗണ്ട്സ് പേയബിൾ ടു സപ്ലയേഴ്സ് ആണ് വരിക ക്രെഡിറ്റേഴ്സ് ലെഡ്ജറിൽ വരുന്നത്. അപ്പോൾ അതൊക്കെ പേഴ്സണൽ ലെഡ്ജറാണ് കേട്ടോ. അപ്പോൾ 3 ഇമ്പോർട്ടൻ്റ് ആണ്: മെമ്പേഴ്സ് ലെഡ്ജർ, ഡെറ്റേഴ്സ് ലെഡ്ജർ, ക്രെഡിറ്റേഴ്സ് ലെഡ്ജർ. അതിൽ തന്നെ ഡെറ്റേഴ്സ് ലെഡ്ജറിനെ സെയിൽസ് ലെഡ്ജർ എന്ന് അറിയപ്പെടുന്നു, ക്രെഡിറ്റേഴ്സ് ലെഡ്ജറിനെ പർച്ചേസ് ലെഡ്ജർ എന്നും അറിയപ്പെടുന്നുണ്ട്. സോ ആ രീതിക്ക് നോട്ട് ചെയ്ത് വെക്കാം. പേഴ്സണൽ ലെഡ്ജർ കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഉള്ളത് ജനറൽ ലെഡ്ജറാണ് കേട്ടോ. പേഴ്സണൽ ലെഡ്ജർ ഏതെന്ന് ചോദിക്കാറുണ്ട്. അപ്പോൾ പേഴ്സണൽ ലെഡ്ജറാണ് മെമ്പേഴ്സ് ലെഡ്ജർ, ഡെറ്റേഴ്സ് ലെഡ്ജർ, ക്രെഡിറ്റേഴ്സ് ലെഡ്ജർ. പിന്നെ ഉള്ളത് ജനറൽ ലെഡ്ജറാണ്. ജനറൽ ലെഡ്ജറിൽ നോക്കുന്നത് ജനറൽ ആയിട്ടുള്ള കണ്ടെയ്ൻസ് എല്ലാ ഇംപേഴ്സണൽ അക്കൗണ്ട്സ്, ക്യാഷ് ബുക്ക്, ബാങ്ക് ബുക്ക്, ഫിക്സഡ് അസറ്റ്സിൻ്റെ രജിസ്റ്റർ, അതുമായി ബന്ധപ്പെട്ടതാണ് ജനറൽ ലെഡ്ജർ വരിക. അസറ്റ്സും ലയബിലിറ്റീസും ഇൻകം എക്സ്പെൻസുമായി ബന്ധപ്പെട്ടിട്ടുള്ള എല്ലാ ലെഡ്ജറുകളും ജനറൽ ലെഡ്ജറിൻ്റെ കാറ്റഗറിയിലാണ് വരുന്നത്. ജനറൽ ലെഡ്ജറിൻ്റെ കാറ്റഗറിയിൽ വരുന്നത് ഏതൊക്കെയാണ്? അസറ്റ്സ്, ലയബിലിറ്റീസ്, ഇൻകം, എക്സ്പെൻസ്, അതുമായി ബന്ധപ്പെട്ടിട്ടുള്ളത് ജനറൽ. മറ്റേത് പേഴ്സണലായിട്ട് പോയല്ലോ. മെമ്പേഴ്സുമായി ബന്ധപ്പെട്ടുള്ള, വ്യക്തികളുമായി ബന്ധപ്പെട്ടുള്ള, കടക്കാരുമായി ബന്ധപ്പെട്ടിട്ടുള്ളത്, ക്രെഡിറ്ററുമായി ബന്ധപ്പെട്ടുള്ളതൊക്കെ പേഴ്സണൽ ലെഡ്ജറിൽ പോയി. ഇത് ജനറൽ ലെഡ്ജറാണ്. അവിടെ അസറ്റ്സ് വരും, ലയബിലിറ്റീസ് വരും, ഇൻകംസ് വരും, എക്സ്പെൻസ് വരും. അവിടെയാണ് ക്യാഷ് ബുക്ക്, എല്ലാ ക്യാഷ് റെസീപ്റ്റ്സും നോൺ പേയ്മെൻറ്റ്സും അതിൽ വരും. ബാങ്ക് ബുക്ക് വരും. അതുപോലെ തന്നെ ഫിക്സഡ് അസറ്റ്സിൻ്റെ രജിസ്റ്ററും വരും. മെയിൻറ്റെയിൻ റെക്കോർഡ്സ് ഓഫ് ഓൾ ഫിക്സഡ് അസറ്റ്സ് ഓൺഡ് ബൈ ദ സൊസൈറ്റി വരും. അത് ജനറൽ ലെഡ്ജറിൽ. അപ്പോൾ അത് കഴിഞ്ഞു. പിന്നെ ഉള്ളതാണ് സ്പെഷ്യൽ പർപ്പസ് ലെഡ്ജർ. അപ്പോൾ താഴെ കൊടുത്തിട്ടുള്ളവയിൽ സ്പെഷ്യൽ പർപ്പസ് ലെഡ്ജർ അല്ലാത്തത് ഏത്? അങ്ങനെയാണ് ചോദ്യങ്ങൾ വരാറുള്ളത് കേട്ടോ. അല്ലെങ്കിൽ സ്പെഷ്യൽ പർപ്പസ് ലെഡ്ജർ ഏതെന്ന് ചോദിച്ചിട്ട് നമ്മുടെ സാധാരണ ലെഡ്ജർ തരും. ഈ മോള് കൊടുത്തിട്ടുള്ള ജനറൽ ലെഡ്ജർ തരും, ഫിക്സഡ് അസറ്റ്സിൻ്റെ രജിസ്റ്റർ തരും, അല്ലെങ്കിൽ ഡെറ്റേഴ്സ് ലെഡ്ജർ തരും. എന്നിട്ട് പിന്നെ സ്പെഷ്യൽ പർപ്പസിൻ്റെ ഒരെണ്ണം ഉണ്ടാവും അതിൽ. അപ്പോൾ അത് ഏതാണെന്ന് സെലക്ട് ചെയ്യുക. അപ്പോൾ സ്പെഷ്യൽ പർപ്പസ് ലെഡ്ജേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഷെയർ രജിസ്റ്റർ, അതൊരു സ്പെഷ്യൽ പർപ്പസ് ലെഡ്ജറാണ്. അവിടെ ഡീറ്റെയിൽസ് ദ ഷെയർസ് ഇഷ്യൂഡ് ടു മെമ്പേഴ്സാണ് കാണിക്കുന്നത്. അപ്പം അത് ഒരു സ്പെഷ്യൽ പർപ്പസ് ലെഡ്ജറാണ് കേട്ടോ. പിന്നുള്ളത് ഇൻവെസ്റ്റ്മെൻറ്റ് രജിസ്റ്ററാണ്. പിന്നുള്ളത് ഏതാണ്? ഇൻവെസ്റ്റ്മെൻറ്റ് രജിസ്റ്ററാണ്. അതും ഒരു സ്പെഷ്യൽ പർപ്പസ് ലെഡ്ജറാണ്. അപ്പോൾ അത് റെക്കോർഡ് ചെയ്യുന്നത് ഇൻവെസ്റ്റ്മെൻറ്റ്സ് ആണ്. ഡീറ്റെയിൽസ് ഓഫ് ഇൻവെസ്റ്റ്മെൻറ്റ്സ് മെയ്ഡ് ബൈ ദ സൊസൈറ്റീസ്, അത് ഒരു സ്പെഷ്യൽ പർപ്പസ് ലെഡ്ജറാണ്. പിന്നുള്ളത് സിങ്കിങ് ഫണ്ട് രജിസ്റ്ററാണ്. സിങ്കിങ് ഫണ്ട് രജിസ്റ്റർ എന്താ പറയണത്? ട്രാക്സ് കോൺട്രിബ്യൂഷൻസ്, യൂട്ടിലൈസേഷൻ. സിങ്കിങ് ഫണ്ട് എന്ത് ചെയ്തു? അതിനെ ട്രാക്ക് ചെയ്യുന്നത്, അത് കോൺട്രിബ്യൂഷൻസ് നടത്തിയതും അതിൻ്റെ യൂട്ടിലൈസേഷനും, സിങ്കിങ് ഫണ്ടിൻ്റെ യൂട്ടിലൈസേഷനുമായി ബന്ധപ്പെട്ടിട്ടുള്ളത് എന്താ? സിങ്കിങ് ഫണ്ട് രജിസ്റ്ററാണ്. പിന്നെ റിസർവ് ഫണ്ട് രജിസ്റ്റർ. ഓക്കെ, റെക്കോർഡ്സ് എമൗണ്ട് സെറ്റ് അസൈഡ്, റിസർവായിട്ട് സെറ്റ് അസൈഡ് ചെയ്ത എമൗണ്ടുകൾ റെക്കോർഡ് ചെയ്യുന്നത് റിസർവ് ഫണ്ട് രജിസ്റ്റർ. പിന്നെ ഡിവിഡൻഡ് രജിസ്റ്റർ. ഡിവിഡൻഡ് രജിസ്റ്റർ എന്താ? അത് മെയിൻറ്റെയിൻ ചെയ്യുന്നത് റെക്കോർഡ്സ് ഓഫ് ഡിവിഡൻസ് ഡിസ്ട്രിബ്യൂട്ടഡ് ടു മെമ്പേഴ്സ്. അതുപോലെ തന്നെ ഡെപ്പോസിറ്റ് ലെഡ്ജർ, അത് ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. ഡെപ്പോസിറ്റ് ലെഡ്ജറും ലോൺ ലെഡ്ജറും ഒക്കെ എപ്പോഴും ചോദിക്കാറുള്ളതാണ്. ലോൺ ലെഡ്ജർ എപ്പോഴും ഓപ്ഷൻസിൽ ഉണ്ടാവും കേട്ടോ. ഡിവിഡൻഡ് രജിസ്റ്ററും ലോൺ ലെഡ്ജറും ഒക്കെ ഒന്ന് നോട്ട് ചെയ്യണം. അപ്പോൾ ഡെപ്പോസിറ്റ് ലെഡ്ജർ ട്രാക്ക് ചെയ്യുന്നത് മെമ്പർ ഡെപ്പോസിറ്റ്സും വിഡ്രോവൽസുമാണ്. ലോൺ ലെഡ്ജർ നോക്കുന്നത് ലോൺ ഗിവൺ ടു മെമ്പേഴ്സ്, അതുപോലെ അവരുടെ റീപേയ്മെൻറ്റ് എന്ന് വന്നു, അതുമായി ബന്ധപ്പെട്ട ഡീറ്റെയിൽസ് ആണ് അതിൽ വരിക. ഇൻട്രസ്റ്റ് രജിസ്റ്ററിൽ റെക്കോർഡ്സ് ഇൻട്രസ്റ്റ് ചാർജ് ഓൺ ലോൺസ് ആൻഡ് ഡെപ്പോസിറ്റ്സ്, അതുപോലെ തന്നെ സാലറി ആൻഡ് വേജ് രജിസ്റ്ററും വരും. അത് ഡീറ്റെയിൽസ് പേയ്മെൻറ്റ് ടു എംപ്ലോയീസ് ആണ്. അപ്പോൾ ഇത്രയാണ് സ്പെഷ്യൽ പർപ്പസ് ലെഡ്ജർ വരിക. ഏതൊക്കെയാണ് വരിക? ഷെയർ രജിസ്റ്റർ ചോദിക്കാറുണ്ട് കേട്ടോ. സിങ്കിങ് ഫണ്ട് രജിസ്റ്റർ ഒക്കെ ഇമ്പോർട്ടൻ്റ് ആണ്. ഷെയർ രജിസ്റ്റർ, ഇൻവെസ്റ്റ്മെൻറ്റ് രജിസ്റ്റർ, ഷെയർ, ഇൻവെസ്റ്റ്മെൻറ്റ്, സിങ്കിങ് ഫണ്ട്. ഓക്കെ, റിസർവ് ഫണ്ട്, ഡിവിഡൻഡ്, ഡെപ്പോസിറ്റ്, ലോൺ ലെഡ്ജർ, ഇൻട്രസ്റ്റ് രജിസ്റ്റർ, സാലറി ആൻഡ് വേജസ്, അതൊക്കെ സ്പെഷ്യലിൽ വരുന്നതാണ്. സ്പെഷ്യലി ചോദിച്ച് കാണാറുണ്ട്. അപ്പോൾ സിമ്പിളാണ്, ഒന്ന് നോട്ട് ചെയ്ത് വെച്ചാൽ നിങ്ങൾക്ക് 1 മാർക്ക് ഈസി ആയിട്ട് കിട്ടും. ഇനി അടുത്തത് വരുന്നത് മറ്റദർ ഇമ്പോർട്ടൻ്റ് രജിസ്റ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മിനിറ്റ്സ് ബുക്ക് വരും. മിനിറ്റ്സ് ബുക്ക് അറിയാം, കമ്മിറ്റിയുടെ ഡിസിഷനുമായി ബന്ധപ്പെട്ടിട്ടുള്ള എല്ലാ കാര്യങ്ങളും റെക്കോർഡ് ചെയ്യുന്നതും അവരുടെ ജനറൽ മീറ്റിംഗ്സുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളും വരുന്നതാണ് എന്ത്? മിനിറ്റ്സ് ബുക്കിൽ വരും. അപ്പോൾ അത് വരും. പിന്നെ സ്റ്റോക്ക് രജിസ്റ്റർ വരും. അത് മെയിൻറ്റെയിൻ ചെയ്യുന്നത് ഇൻവെൻട്രിയും റെക്കോർഡ് ചെയ്യുന്ന സ്റ്റോക്കും
പിന്നെ ഓഡിറ്റ് രജിസ്റ്റർ വരും. അത് സ്റ്റോർ ചെയ്യുന്നത് ഓഡിറ്റ് റിപ്പോർട്ട്സ് ആൻഡ് കംപ്ലയൻസ് ഡീറ്റെയിൽസ് ആണ്. അപ്പോൾ ദീസ് രജിസ്റ്റേഴ്സ് ഒക്കെയാണ് ഹെൽപ്പ് ചെയ്യുന്നത് അല്ലേ, മെയിൻറ്റെയിൻ ട്രാൻസ്പെറൻസി ആൻഡ് അക്കൗണ്ടബിലിറ്റി ആൻഡ് എഫിഷ്യൻറ്റ് ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റ് ഇൻ കോപ്പറേറ്റീവ് സൊസൈറ്റീസ് എന്ന് പറയാം. അപ്പോൾ കോപ്പറേറ്റീവ് അക്കൗണ്ടിങ്ങിൻ്റെ ഭാഗത്ത് ഇമ്പോർട്ടൻ്റ് ആയ ഒരു ടോപ്പിക്കാണ്, ചെറിയൊരു ടോപ്പിക്കാണ്, പക്ഷേ ഒരു ക്വസ്റ്റ്യൻ വന്നാൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് കിട്ടും. അപ്പോൾ അതുകൊണ്ട് തന്നെ സ്പെഷ്യൽ ലെഡ്ജേഴ്സ് പഠിച്ചു വയ്ക്കുക. പേഴ്സണൽ ലെഡ്ജർ ഏതൊക്കെയാണ്? മെമ്പേഴ്സ് ലെഡ്ജേഴ്സ്, ഡെറ്റേഴ്സ് ലെഡ്ജർ, ക്രെഡിറ്റേഴ്സ് ലെഡ്ജർ. ജനറൽ ലെഡ്ജർ ഏതൊക്കെയാണ്? അസറ്റ്സും ലയബിലിറ്റീസും ഇൻകവും എക്സ്പെൻസുമായി ബന്ധപ്പെട്ട എല്ലാ ലെഡ്ജേഴ്സും. അതിൽ വരുന്നത് തന്നെയാണ് ക്യാഷ് ബുക്കും ബാങ്ക് ബുക്കും ഫിക്സഡ് അസറ്റ്സ് രജിസ്റ്ററും വരിക. സ്പെഷ്യൽ പർപ്പസ് ലെഡ്ജേഴ്സ് പ്രത്യേകം പഠിച്ചു വയ്ക്കുക. ഈ താഴെ കൊടുത്തിട്ടുള്ളവയിൽ സ്പെഷ്യൽ പർപ്പസ് ലെഡ്ജർ അല്ലാത്തതേത്, അങ്ങനത്തെ ചോദ്യങ്ങൾ വരാം. ഷെയർ രജിസ്റ്റർ, ഇൻവെസ്റ്റ്മെൻറ്റ് രജിസ്റ്റർ, സിങ്കിങ് ഫണ്ട് രജിസ്റ്റർ, റിസർവ് ഫണ്ട് രജിസ്റ്റർ, ഡിവിഡൻഡ് രജിസ്റ്റർ, പിന്നെ അതുപോലെ ഡെപ്പോസിറ്റ് ലെഡ്ജർ, അതുപോലെ ലോൺ ലെഡ്ജർ, ഇൻട്രസ്റ്റ് രജിസ്റ്റർ, സാലറി ആൻഡ് വേജസ് വരും. അതുപോലെ അതർ ഇമ്പോർട്ടൻറ്റ് രജിസ്റ്ററിൽ വരുന്നതാണ് മിനിറ്റ്സ് ബുക്കും സ്റ്റോക്ക് രജിസ്റ്ററും ഓഡിറ്റ് രജിസ്റ്ററും കേട്ടോ. അപ്പോൾ ഇതൊക്കെ ഇമ്പോർട്ടൻ്റ് ആയ ഭാഗമാണ്. സോ കോപ്പറേറ്റീവ് അക്കൗണ്ടിങ്ങിൽ ചെറിയൊരു ഭാഗമാണ്. അപ്പോൾ ഈ ഒരു ഭാഗത്തു നിന്നുള്ള ക്വസ്റ്റ്യൻസ് നിങ്ങൾ ഒരിക്കലും മിസ് ചെയ്യരുത്. കറക്റ്റായിട്ട് നോട്ട് എഴുതി പഠിക്കുക കേട്ടോ. ഓക്കെ, താങ്ക് യു.